പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ അനുദിനം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിന്റെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും.
ശിവദായകമായ തിരുവചനം ശ്രദ്ധയോടുകൂടി ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തിലെയും നാഥായ നീക്കും. ഗലാത്യയിലെ സഹോദരരോട് ഞാൻ നിർദ്ദേശിച്ചതുപോലെ നിങ്ങളും ചെയ്യുകയും ഞാൻ വരുമ്പോൾ ക്ഷീണമൊന്നും നടത്താതിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും കഴിവനുസരിച്ച് തുക ആഴ്ചയിലെ ആദ്യ ദിവസം നീക്കിവെക്കണം. ഞാൻ വരുമ്പോൾ നിങ്ങളുടെ സംഭാവന കൊണ്ടുപോകുന്നതിന് വേണ്ടി നിങ്ങൾ അംഗീകരിക്കുന്ന വ്യക്തികളെ എഴുത്തുമായി ചെറുത്തിനുവേണ്ടി അയച്ചോളാം. ഞാൻ കൂടെ പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ അവർ എന്നോട് കൊണ്ടുപോകട്ടെ. ഞാൻ മക്കതോനിയയിൽ പോയിട്ട് നിങ്ങളെ സന്ദർശിക്കുന്നതാണ്. എനിക്ക് അവിടെ പോകേണ്ടതുണ്ട്. ഞാൻ നിങ്ങളുടെ കൂടെ കുറേ നാൾ ഒരുപക്ഷെ ശീതകാലം മുഴുവൻ ചെലവഴിച്ചു വരാം. തദവസരത്തിൽ എൻ്റെ തുടർന്നുള്ള എല്ലാ യാത്രകൾക്കും വേണ്ട സഹായം ചെയ്തു തരാൻ നിങ്ങൾക്ക് കഴിയുന്നു. നിങ്ങളെ തിരുപ്പതി സന്ദർശിച്ചു പോകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കർത്താവിനും കുറേ നാൾ നിങ്ങളോട് കഴിയണമെന്ന് ഞാൻ ആശ്രയിക്കുന്നു. 10 ദിവസം വരെ ഞാൻ എഫെസസിൽ താമസിക്കും. ഫലപ്രദമായ പ്രവർത്തനത്തിനുള്ള ഒരു വലിയ വാതിൽ എനിക്ക് തുറന്നുകിട്ടിയത് പ്രതിയോഗികൾ വളരെയാണ്. തിമോത്തിയോസ് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങൾക്കിടയിൽ ദഗ്ധനായി കഴിയാൻ അവൻ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അവനും എന്നെ പോലെ കർത്താവിന്റെ ജോലിയിൽ വ്യാപൃതനാണല്ലോ. ആകയാൽ ആരുമായി മുഖ്യമിടയാക്കരുത്. എൻ്റെ അടുത്ത് വേഗം മടങ്ങി വരേണ്ടതിന് സമാധാനത്തിൽ അവനെ യാത്രയാക്കണം. സഹോദരരോടൊപ്പം അവനെ ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റ് സഹോദരരോടൊത്ത് നിങ്ങളെ സന്ദർശിക്കണമെന്ന് ഞാൻ നമ്മുടെ സഹോദരൻ അപ്പോളോസിനെ വളരെ വചനം ശ്രവിക്കാം, ഹൃദയം തുറക്കാം, ദൈവം അരുളും തിരുമൊഴികൾ കേൾക്കാം. വചനം ശ്രവിക്കാം, ഹൃദയം തുറക്കാം, ദൈവം അരുളും തിരുമൊഴികൾ കേൾക്കാം. വചനമായ ദൈവമേ, വചനമായ സത്യമേ, വചനമായ മാർഗ്ഗമേ, വചനമായ ജീവനേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടുകൂടെ. ഈശോയുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 13-ാം അധ്യായം 22 മുതലുള്ള തിരുവചനങ്ങൾ. പട്ടണങ്ങളും ഗ്രാമങ്ങളും പഠിപ്പിച്ചുകൊണ്ട് യേശു ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ഒരുവൻ അവനോട് ചോദിച്ചു, കർത്താവേ, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ? അവൻ അവരോട് പറഞ്ഞു, ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, അനേകം പേർ പ്രവേശിക്കുവാൻ ശ്രമിക്കും, എന്നാൽ അവർക്ക് സാധിക്കുകയില്ല. വീട്ടുടമ എഴുന്നേറ്റ് വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്തുനിന്ന് കർത്താവേ, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പറഞ്ഞ് വാതിൽക്കൽ കൊട്ടുവാൻ തുടങ്ങും. അപ്പോൾ അവൻ നിങ്ങളോട് പറയും, നിങ്ങൾ എവിടെ നിന്നാണ് എന്ന് ഞാൻ അറിയുന്നില്ല. അപ്പോൾ നിങ്ങൾ പറയും, നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ഞങ്ങൾ തെരുവുകളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അവൻ പറയും, നിങ്ങൾ എവിടെ നിന്നാണ് എന്ന് ഞാൻ അറിയുന്നില്ല. അനീതി പ്രവർത്തിക്കുന്ന നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുകയും അബ്രാഹാം, ഇസഹാക്ക്, യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതായും നിങ്ങൾ പുറന്തള്ളപ്പെടുന്നതായി കാണുമ്പോൾ
നിങ്ങൾ വിലപിക്കുകയും പല്ലിറങ്ങുകയും ചെയ്യും. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും ജനങ്ങൾ വന്ന് ദൈവരാജ്യത്തിൽ വരുന്നിരിക്കും. അപ്പോൾ മുൻപന്മാരാകുന്ന പിൻപന്മാരും പിൻപന്മാരാകുന്ന മുൻപന്മാരും ഉണ്ടായിരിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഓർമ്മയുണ്ടാക്കുവാൻ എക്സ്ട്രാ എഫർട്ട് എടുക്കില്ല. ഈശ്വമിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, വൈദികരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സന്യസ്തരെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. പിന്നീട് കാണുമ്പോൾ മുൻപുണ്ടായിരുന്ന ഇടവകജനം സന്തോഷത്തോടുകൂടി ഓടിയെത്തും. ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്ന്, ഓർമ്മയുണ്ടോ ഈ മുഖം? അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വിളിക്കും, വിളിച്ച് ചോദിക്കും, ഓർമ്മയുണ്ടോ ഈ സ്വരം? ചില സ്വരങ്ങളിലെങ്കിലും നമുക്ക് ഓർമ്മയുണ്ടാകും, മറക്കുവാൻ സാധിക്കുകയില്ല. ചില മുഖങ്ങളിലെങ്കിലും ഓർമ്മയുണ്ടാകും, മറക്കുവാൻ സാധിക്കുകയില്ല. ചില പേരുകളും അതിൽ പെടും. ഇന്നത്തെ സുവിശേഷം ഇതുപോലുള്ളൊരു പ്രമേയത്തിലേക്ക് എത്തിച്ചേരുകയാണ്. സുവിശേഷത്തിൽ 25 27 വചനങ്ങളിൽ പറയുക, നിങ്ങൾ എവിടെ നിന്നാണ് എന്ന് ഞാൻ അറിയുന്നില്ല എന്നതാണ്. അവിടെ അവർ വ്യക്തമായി പറയുകയാണ്, നിന്നോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, നീ ഞങ്ങളുടെ തെരുവുകളിൽ വന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ യേശു പറയുകയാണ്, നിങ്ങൾ എവിടെ നിന്നാണ് എന്ന് ഞാൻ അറിയുന്നില്ല എന്ന്. നിന്നോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതിന്റെ അർത്ഥം, നിന്റെ പെസഹ വിരുന്നിൽ ഞങ്ങൾ പങ്കുകാരായിട്ടുണ്ട്, നിന്റെ പരിശുദ്ധ കുർബാനയിൽ ഞങ്ങൾ പങ്കുകാരായിട്ടുണ്ട്, നിന്റെ വചന വിചാരത്തിൽ ഞങ്ങൾ പങ്കുകാരായിട്ടുണ്ട്. എന്നാൽ തമ്പുരാൻ പറയുക, അത് മാത്രം പോരാ എന്നതാണ്. പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ടതുകൊണ്ടും വചനവിചാരത്തിൽ പങ്കുകൊണ്ടതുകൊണ്ടും മാത്രം എന്റെ തമ്പുരാൻ അറിയുമെന്ന് പ്രതീക്ഷിക്കരുത്. തമ്പുരാൻ അറിയണമെങ്കിൽ എക്സ്ട്രാ എഫർട്ട് ഇടണമെന്ന് തമ്പുരാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ ആത്മാർത്ഥമായി സഹകരിച്ചിരിക്കുന്നവരെ നമുക്ക് കൃത്യമായിട്ട് അറിയുവാനായിട്ട് സാധിക്കും, അവരെ പേര് ചൊല്ലുവാനായിട്ട് സാധിക്കും. കൃത്യമായിട്ട് ജോയി ചേട്ടൻ, കുര്യാക്കോസ് ചേട്ടൻ, ചാക്കോ ചേട്ടൻ, ഇങ്ങനെ ജോസേട്ടൻ, ജോസഫേട്ടൻ, ഇങ്ങനെ കൃത്യമായി പേരുകൾ പോകും. കാരണം നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ തമ്പുരാൻ പറയുകയാണ്, ഞാൻ അറിയണമെങ്കിൽ എക്സ്ട്രാ എഫർട്ട് ഇടണമെന്ന്. ആ എക്സ്ട്രാ എഫർട്ട് എന്തെന്ന് ചോദിച്ചാൽ അത് അവൻ തന്നെ കാണിച്ചു തരുന്നുണ്ട്, അവൻ തന്നെ പറയുന്നുമുണ്ട്. അവൻ കാണിച്ചു തരുന്നത് കമിഴ്ന്നുകളിൽ നിന്ന് ചോര വിയർത്ത് മരണത്തോളം ദുഃഖിതനായി പ്രാർത്ഥിക്കുമ്പോൾ അവൻ എക്സ്ട്രാ എഫർട്ടോടുകൂടി കൂട്ടിച്ചേർക്കുകയാണ്. എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. അവൻ പറയുന്നുണ്ട്, എന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരും അവരാണ് എന്റെ അമ്മയും സഹോദരനും സഹോദരിയും എന്ന്. മറ്റൊരു വാക്കിൽ പറഞ്ഞു, ദൈവേഷ്ടം നിറവേറ്റുവാനുള്ള നന്മ നിറഞ്ഞ മനസ്സിരിക്കുന്നെങ്കിൽ അവരെയാണ് ദൈവം അറിയുക എന്ന് വ്യക്തമായി പറയുകയാണ്. ദൈവേഷ്ടം അറിയുവാനായി സാധിക്കുന്നുവെങ്കിൽ എപ്രകാരം ജീവിക്കണമെന്ന് സുവിശേഷം വ്യക്തമാക്കുകയാണ്. ഇടുങ്ങിയ വഴികളിലൂടെ പ്രവേശിക്കുകയും ജീവിതത്തിൽ സുഖം തരുന്ന വഴികളുണ്ട്,
മറ്റൊരു സുഖവുമുണ്ട്. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ആഘോഷമായിട്ട് ചാനൽ കാണുന്ന ഒരു സുഖമുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന മറ്റൊരു സുഖവുമുണ്ട്. വിധേയപ്പെടുമ്പോൾ ലഭിക്കുന്ന ഒരു സുഖമുണ്ട്. എന്നാൽ അനുസരണക്കേട് കാണിക്കുമ്പോൾ ലഭിക്കുന്ന മറ്റൊരു രസവുമുണ്ട്. ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നിയന്ത്രണത്തിന്റെ വഴി, വിനയത്തിന്റെ വഴി, പ്രാർത്ഥനയുടെ വഴി, കാരുണ്യത്തിന്റെ വഴി, സഹായത്തിന്റെ വഴി, അപ്രകാരമുള്ള എക്സ്ട്രാ എഫർട്ടുകളുടെ വഴിയായിരിക്കും ദൈവം ഓർമ്മിക്കുക, ദൈവം കാണുക. ആ എക്സ്ട്രാ എഫർട്ടുകളുടെ വഴിയിലൂടെ കടക്കുവാനായിട്ട് ഞാൻ പരിശ്രമിക്കുമ്പോഴാണ് രക്ഷപ്പെടുന്നത്. സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ആരൊക്കെയാണ് പുറത്തു നിൽക്കുന്നത് എന്ന് വ്യക്തമാക്കി തരികയാണ്. കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ചവരാണ് പുറത്തു നിൽക്കുക. ബലിയർപ്പിക്കുവാൻ പോയവരും അവന്റെ വചനം കേട്ടവരുമാണ് പുറത്തു നിൽക്കുന്നത്. മറ്റൊരു വാക്യം പറഞ്ഞ അവന്റെ ഇഷ്ടത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട്, അവന്റെ ഇഷ്ടത്തോട് എന്റെ ഇഷ്ടങ്ങളെ കൂട്ടിച്ചേർക്കുവാനായിട്ട് ഞാൻ പരിശ്രമിക്കുമ്പോഴാണ് അവന്റെ അമ്മയും സഹോദരൻ സഹോദരിയുമായി അവന്റെ വഴികളിലൂടെ ഞാൻ എന്റെ ജീവിത സാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരുക. ഫുൾട്ടൻ ചേച്ചി സ്വർഗവാതിൽ എന്ന പുസ്തകത്തിൽ പറയുകയാണ്, സ്വർഗത്തിൽ എത്തിച്ചേരുമ്പോൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന 3 കാര്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട്, നമ്മൾ പ്രതീക്ഷിച്ച വ്യക്തികളെ അവിടെ കാണണമെന്നില്ല. രണ്ടാമതായിട്ട്, നമ്മൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളെ അവിടെ കണ്ടുമുട്ടുന്നു. മൂന്നാമതായിട്ടുള്ള ആശ്ചര്യം, ഞാൻ എങ്ങനെ ഇവിടെ എത്തിച്ചേർന്നത് എന്നതായിരിക്കും. സ്നേഹമുള്ളവരെ, സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരുമാകും. എക്സ്ട്രാ എഫർട്ട് എടുക്കുക, തമ്പുരാനോടൊപ്പമായിരിക്കുവാൻ തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഞാനൊരു സെന്റ് ജോസഫ് പള്ളിയുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛനും 13/7/2023 25 പ്രതിനിധി യോഗത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ കൈകാരന്മാരായി നിയമിക്കണമെന്നാവശ്യപ്പെട്ട് 19/7/2025 സമർപ്പിച്ച അപേക്ഷ പരിഗണിച്ച് വിനോദ് ജോസഫ് കുരിക്കൽ കുശ്ശേരി, ജോൺ ദേവസി ഓലിക്കൽ എന്നിവർ ആ പള്ളിയുടെ 2025-2026 കാലയളവിൽ കൈകാരന്മാരായി അതിരൂപതാ നിയമസംഹിത 2009 നമ്പർ 81 പ്രകാരം നിയമിച്ചിരിക്കുന്നു. ഇവർ ബഹുമാനപ്പെട്ട വികാരിയുടെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ നടത്തേണ്ടതാണ്. ഇവരുടെ കാലാവധി 2026 ജൂലൈ മാസം അവസാനിക്കുന്നതാണ്. എറണാകുളം അംഗമായി നിന്ന ഉത്തരവാദിത്വം വിശ്വസ്തയോടും ആത്മാർത്ഥമായി പക്ഷഭേദം കൂടാതെ എൻ്റെ സ്ഥാനത്തിന് യോജിച്ച വിധം എൻ്റെ കഴിവ് മുഴുവൻ വിനിയോഗിച്ചുകൊണ്ട് ശ്രദ്ധാപൂർവം നിറവേറ്റിക്കൊള്ളാമെന്ന് സത്യം ചെയ്യുകയും പ്രതിജ്ഞ ചെയ്യുകയും വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. എൻ്റെ ഔദ്യോഗിക സ്ഥാനം വഴിയായി ഞാൻ അറിയുവാനിടയാകുന്ന എല്ലാ ഔദ്യോഗിക രഹസ്യങ്ങളും നിയമം വഴിയോ മെത്രാപ്പൊലിത്ത വഴിയോ നിശ്ചയിക്കപ്പെടുന്ന പരിധിയിൽ ഞാൻ സൂക്ഷിക്കുന്നതാണ് എന്നും എൻ്റെ ഔദ്യോഗിക ജോലിയുടെ നിർവഹണാവസരത്തിലും അതിനു മുമ്പോ പിമ്പോ സമ്മാനമായിട്ട് പോലും അതിന് നൽകപ്പെടുന്ന യാതൊന്നും ഞാൻ സ്വീകരിക്കുന്നതല്ല എന്നും വാഗ്ദാനം ചെയ്യുന്നു. അത്യുതനായ ദൈവം എന്നെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ ഈ പരിശുദ്ധ സുവിശേഷം എനിക്ക് സാക്ഷിയായിരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവേ, സർവശക്തനായ ദൈവം, അങ്ങയുടെ സഭയിൽ ശുശ്രൂഷകനായി അങ്ങ് തെരഞ്ഞെടുത്തിരിക്കുന്ന ഈ കൈക്കാരന്മാരെ അനുഗ്രഹിക്കണമേ. ഇവർ ഏറ്റെടുത്തിരിക്കുന്ന ഈ ഉത്തരവാദിത്വം വിശ്വസ്തതാപൂർവ്വം നിറവേറ്റുവാൻ ഇവരെ അങ്ങ് സഹായിക്കണമേ.
അങ്ങയുടെ നാമത്തെ പ്രതി ഇവർ ചെയ്ത ശുശ്രൂഷകൾക്ക് പ്രതിഫലമായി ആത്മീയവും ശാരീരികവുമായ എല്ലാ നന്മകളും നൽകി ഇവരെ അനുഗ്രഹിക്കണമേ. എല്ലാ സാഹചര്യങ്ങളിലും സഭയോട് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ഇവരെ ശക്തരാകണമേ. ഞങ്ങളുടെ സമ്മേളനങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുകയും അങ്ങയുടെ തീരുമാനങ്ങൾ അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിനെയും സകല വിശുദ്ധരുടെയും പ്രത്യേകമായി ഈ ഇടവകയുടെ പ്രത്യേക മധ്യസ്ഥനായ വിശ്വാസ പിതാവിന്റെയും പ്രാർത്ഥന സഹായം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ സാധനപ്പെടുന്ന കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്ന് അറിയിച്ചതായി സുവിശേഷ വായനകൾ ജീവിച്ചുകൊണ്ട് എന്റെ സത്യത്തിന് സാക്ഷികളാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹയുടെ മാതൃകയനുസരിച്ച് സത്യവിശ്വാസികളുടെ മേൽ മനസ്സനന്തരായ അനേകം പ്രേക്ഷകരെ സഭയ്ക്ക് നൽകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. വിശുദ്ധ കൂദാശകളിലൂടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ പൗത്രീകരിക്കുകയും ദൈവജീവൻ നൽകുകയും ചെയ്ത കർത്താവേ, കൗദാശിക ജീവിതത്തിലൂടെ വിശുദ്ധിയിൽ വളരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പീഡനങ്ങളെയും ക്ലേശങ്ങളെയും സ്ത്രീജന്മാരുടെ പ്രത്യാശയും ധൈര്യം പ്രദാനം ചെയ്യാൻ പരിശുദ്ധാത്മാവിനെ നൽകിയ കർത്താവേ, ജീവിത ക്ലേശങ്ങളെ മധ്യവസ്ഥയിൽ ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിനെയും സേവനത്തിനെയും പ്രേക്ഷിതരായി ലോകങ്ങളെ കുറിച്ച് ഓർമ്മിക്കുവാൻ സഹായിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. വിശുകാര സമൂഹയുടെ നേതാവായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാറിയോ പതിനാലാമൻ പാപ്പായെ, ഞാൻ സർവ്വപിതാ തലവനുമായ ഞങ്ങളുടെ പിതാക്കളുടെ കാര്യമാ ജോസഫ് പിതാക്കളുടെ മറ്റെല്ലാ പിതാക്കന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കർത്താവായ മിശിഹായെ, നിന്റെ കൃപയാൽ ഞങ്ങൾ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നമുക്ക് എല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിന് മുതൽ പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം. അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പാപനം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥനായ തന്റെ വാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കടകളെ നമ്മുടെ പാപങ്ങളെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ.
അങ്ങയുടെ രാജ്യമായ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സംസ്കാരത്തിനെയും ഉദ്ധാനത്തിനെയും ഓർമ്മയാചരിക്കുവാൻ പിതാവായ ദൈവം ഈ സ്വീകരിക്കുവാനാകട്ടെ. മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സുതകവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സർവശക്തനാഥനായ ഏകദൈവമേ, വിശ്വസിപ്പുമർത്യരാ ഞങ്ങൾ അങ്ങയിൽ മൃത്യുവാർന്നവൻ
എന്റെ സഹോദരീ സഹോദരന്മാരെ, ഈ കുർബാനായ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരങ്ങളാവുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശ്രദ്ധരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാനിൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരട്ടെ ഹൃദയവികാരമേ
അഗ്നിമയന്മാരും അരൂപികളുമായ സ്വകീയ സൈന്യങ്ങളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു.
യേശുവിനും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അവരുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയിൽപ്പെടുന്ന ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാശയ്ക്കും അവയെ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. തിരുനാമത്തിന് സ്തുതിയും നാഥനായ ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ശിവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ക്ഷമിക്കണമേ.
ചോദിച്ച എല്ലാം എനിക്ക് ലഭിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി അവരെ വിളിച്ചപേക്ഷിക്കാം. സുരസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് പാപത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. തുടർന്ന് രാജ്യവും ശക്തിയും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹാ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. എല്ലാ ദിവസവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. പാവനും അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും ഇനിയും ആമേൻ. മിശിഹായ ശരീരത്തിൽ പൂർണ്ണമാകുമ്പോൾ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോടുള്ള എന്തു ചെയ്തു അങ്ങേ ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചവെക്കാം. ഇത്ര നല്ല ദൈവത്തോടുള്ള എന്തു ചെയ്തു അങ്ങേ ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചവെക്കാം. ഇന്നലെകൾ തന്ന വേദനകൾ നിശ്ചേതം
ഹിന്ദുമല 5837 രൂപ. സെന്റ് ജോർജ് സെന്റ് ജൂഡ് കുടുംബീറ്റുകളിൽ കാഴ്ചപ്പാടും 800 രൂപ. 6ാം ക്ലാസ് വിദ്യാർത്ഥികളും മാതാപിതാക്കളും അധ്യാപകരും 1800 രൂപ. സെന്റ് മേരീസ് കുടുംബീറ്റിന്റെ മാസവരി 5000 രൂപ. സെന്റ് ജോർജ് കുടുംബീറ്റിന്റെ മാസവരി 3000 രൂപ. സെന്റ് ആന്റണീസ് കുടുംബീറ്റിൽ ഉച്ചയിൽ 4 മണിക്ക് തോമസ് പൊട്ടൻകുളത്തിന്റെ വസതി വിളിച്ചും സെന്റ് തോമസ് കുടുംബീറ്റിൽ ഉച്ചയിൽ 5:30 കണ്ണപ്പറമ്പിൽ മിനി ജോഡിയുടെ വസതി വെച്ചും സമീപിക്കുന്നതാണ്. കഴിഞ്ഞ 2 വർഷക്കാലം നമ്മുടെ ഇടവകയുടെ കൈകാരന്മാരായ ജോണേനെയും ഒത്തിരി സ്നേഹത്തോടുകൂടി ഓർക്കുന്നു. എന്താവശ്യമെങ്കിലും ഓടി വന്ന് കിടക്കാമെങ്കിലും അല്ലെങ്കിൽ രോഗിയാണെങ്കിൽ പോലും അത്രമാത്രം ആത്മാർത്ഥത കാണിച്ചിരിക്കുന്ന 2 പേരാണ് ജോർജ് ഏട്ടനും ജോണേട്ടനും. ഏറ്റവും ഹൃദയപൂർവ്വം ബഹുമാനപ്പെട്ട ബൈജു ശ്രീയിലും വർഗീസ് തോക്കിലും എൻ്റെ പേരിലും ഏറ്റവും ഹൃദയപൂർവ്വം ഞാൻ നന്ദി പറയുകയാണ്. തമ്പുരാൻ സമൃദ്ധമായ അവരെ 2 പേരെയും അനുഗ്രഹിക്കുകയെന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 2 വർഷക്കാലം ഞങ്ങൾ വികാരിച്ചമാരോടൊപ്പം സഹകരിച്ച പാരിഷ് കൗൺസിൽ അംഗങ്ങളെയും ഹൃദയപൂർവ്വം ഓർക്കുന്നു. നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. പുതുതായിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന 2 പേർക്കും ജോണിനും ബിയോണിക്കും ഹൃദയപൂർവ്വം എല്ലാ ഭാവങ്ങളും ആശംസിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഇടവകയിൽ കഴിഞ്ഞ 3 വർഷം സേവനം ചെയ്ത ബഹുമാനപ്പെട്ട സിസ്റ്റർ ഫ്രാൻസീന ചിറ്റേത്തുകര മഠത്തിലേക്ക് ട്രാൻസ്ഫർ ആക്കുകയാണ്. ബഹുമാനപ്പെട്ട സിസ്റ്റർ ഹൃദയപൂർവ്വം ഇടവകയുടെ നാമത്തിൽ നന്ദി പറയുന്നു. ഇവരുടെ ശനിയാഴ്ച പാരിഷ് കൗൺസിൽ മീറ്റിംഗ് ഉണ്ടായിരിക്കും വൈകിട്ട് 6 മണിക്ക്. ഈ ആഴ്ചയിൽ എൻ്റെ വാർഷിക ധ്യാനമാണ്. ബുധനാഴ്ച വിശുദ്ധ കുർബാന രാവിലെയായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിനെയും നാഥായി നീക്കും മനുഷ്യവർഗത്തിന് പ്രത്യാശയായ മിശിഹായി സുദൃഢവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഓർക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിനെയും നാഥ